ഇക്കാര്യത്തിൽ ഡോക്ടർ അരുണും നികേഷ് സാറും പറഞ്ഞതിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ്. അതൊരു സത്യമാണ്. പിന്നെ സുരേഷ് ഗോപി മിടുക്കനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. സുരേഷ് ഗോപി മിടുക്കനാണ്. അത് വിവാദമായി തൻ്റെ സ്ഥാനം തന്നെ തെറിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് കുറച്ച് പരിഹാസച്ചുവയോടെയാണ് എനിക്ക് തോന്നുന്നത്. വി.എസ്. സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും സുരേഷ് ഗോപി മിടുക്കനല്ല എന്ന് പറയുകയോ താൻ പറഞ്ഞ കാര്യം തിരുത്തുകയോ ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും അതിന്റെ വെർബാറ്റി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ വിമത കൗൺസിലറാണ് എം.കെ. വർഗീസ്. അദ്ദേഹം ഇടത് പിന്തുണയോടുകൂടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. MP ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് കുറേ ഗുണങ്ങൾ വേണം. ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തെരഞ്ഞെടുത്ത് വിടാറ്. ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ്. ഇത്രയും, അതായത് ഒരു സീരീസ് ഓഫ് സെന്റൻസസ് ആണ്, അല്ലാതെ ഒരു വാചകത്തിൽ പറഞ്ഞതിൽ പറ്റിയ നാക്കുപിഴയല്ല. അപ്പോൾ മേയർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞ വാചകങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നുവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തൻ്റെ ചിന്ത സ്വതന്ത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. സുരേഷ് ഗോപിയും പറയുന്നത് സ്വതന്ത്ര ചിന്തയുള്ള ആളുകളിലേക്ക് അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ വോട്ട് ചോദിച്ച് തന്നെയാണ് താൻ എത്തിയതെന്ന് സുരേഷ് ഗോപിയും പറയുന്നുണ്ട്. ഇത് വിവാദമായി ഇടതുപക്ഷം ഇടപെട്ടു എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. കാരണം വി.എസ്. സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്ന രീതിയിലേക്ക് മത്സരം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെ മേയർ പറയുന്നത്. അത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇടപെട്ടു. ഉടൻ തന്നെ മേയറുടെ തിരുത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്ന് ഞാൻ നോക്കുന്നില്ല. ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റ് സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തിരുത്തി പറയുകയാണ്. അപ്പോഴും സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പിന്നെ MP ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് MLA ആയിരുന്നാലും മന്ത്രി ആയിരുന്നാലും ഒരു MP ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ വി.എസ്. സുനിൽകുമാറിന് ഉണ്ട് എന്ന് മേയർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുരേഷ് ഗോപി മിടുക്കനാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു മേയർ പറയില്ലല്ലോ. അപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പുകഴ്ത്തൽ ആണ് ഇത് എന്ന് പറഞ്ഞാൽ പോലും ആ പുകഴ്ത്തണമെങ്കിൽ ആ പുകഴ്ത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബേസ്, ഒരു അടിസ്ഥാനം ഉണ്ടാകണമല്ലോ. സുരേഷ് ഗോപി മോശമാണെങ്കിൽ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിന് 1 കോടി കൊടുത്തു എന്നത് അദ്ദേഹം തള്ളി പറഞ്ഞേനെ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അപ്പോൾ തന്നെ പറഞ്ഞേനെ, പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചേനെ. അതൊന്നും ചെയ്തില്ല. ആ 1 കോടി വാങ്ങി അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തൻ മാർക്കറ്റിന്റെ ആ ക്ഷയമൊക്കെ ഉണ്ടായത് TN പ്രതാപൻ MP ആയിരുന്ന കാലത്തും അതിന് മുൻപുള്ള കാലത്തുമൊക്കെയാണ്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ MP പോലുമല്ല, എങ്കിലും മത്സരിച്ച ഒരാളെന്ന നിലയിൽ ആ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നവീകരണത്തിന് പണം കൊടുത്തത്. അത് തന്നു, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതെല്ലാം എൻഡോഴ്സ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മേയർ M.K. വർഗീസ് ചെയ്തത്. പിന്നെ ഇതിൽ അന്തർധാരയൊക്കെ പറയുന്നത് അത് K. മുരളീധരന് ആകെ ഒരു എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ വി.എസ്. സുനിൽകുമാർ സുരേഷ് ഗോപിയും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിലേക്ക് കാര്യങ്ങൾ തൃശ്ശൂരിൽ എത്തുന്നു എന്നുള്ളതിന്റെ ഒരു അങ്കലാപ്പ് K. മുരളീധരൻ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞ അത് സാറിന്റെ വേർഷൻ. ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫാക്റ്റാണ്. വി.എസ്. സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. K. മുരളീധരൻ അത് കണ്ടിട്ട് ഇപ്പോൾ ആകെ അങ്കലാപ്പാണ്. അതിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, K. മുരളീധരൻ പറഞ്ഞത് ഒരു അന്തർധാരയുണ്ടെന്ന് സാർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അന്തർധാര എന്ന് പറയുന്ന Meet the editors.